ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന പേപ്പർ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാക്കാണ് ടാക്സ്. നമ്മൾ പലതവണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ടാക്സ് എന്ന് പറയുന്ന വാക്ക്. എന്താണ് ടാക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? Tax is a compulsory contribution to state revenue levied by the government on workers' income and business profits or added to the cost of some goods, services and transactions. ടാക്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ actually it is a compulsory contribution by the citizens of a nation to that particular state or country. A tax is the significant source of revenue of every nation. This particular contribution from the citizens have been levied by the government, on which tax is payable. On workers' income, the income earned by workers in the form of salary, wage, etc. And on the business profits, the profit or income earned by the business concerns, or sometimes the tax is a part of the cost of some goods. In case of goods and services, we are buying any goods and services, we have to pay tax. That is a simple meaning of the term tax. How can we categorize the taxes? പ്രധാനമായും രണ്ട് രീതിയിലുള്ള ടാക്സുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇവിടെ കൃത്യമായിട്ട് ഈ വാക്കുകൾ തന്നെ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്? ദ മീനിങ് ഇസ് വെരി ക്ലിയർ ഫ്രം ദ ടേം ഇറ്റ് സെൽഫ്. വാട്ട് അബൌട്ട് ഡയറക്റ്റ് ടാക്സസ്? ടാക്സസ് ദാറ്റ് ആർ ഡയറക്റ്റ്ലി പെയ്ഡ് ടു ദി ഗവൺമെൻറ് ബൈ ദി ടാക്സ് പെയർ. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പെയർ നേരിട്ട് കൊടുക്കുന്ന ടാക്സ് ആണ്. ദർ ആർ നോ ഇൻ്റർമീഡിയറീസ് ഇൻ ബിറ്റ്വീൻ ടാക്സ് പെയർ ആൻഡ് ഗവൺമെൻറ്. ടാക്സ് കൊടുക്കുന്ന ആളും ഗവൺമെൻറ്റും തമ്മിൽ, ഗവൺമെൻറ്റിനും ഇടയ്ക്ക് ഒരു മധ്യസ്ഥരുമില്ലാത്ത, ഒരു ഇൻ്റർമീഡിയറിയും ഇല്ലാത്ത, ടാക്സ് കൊടുക്കാൻ ലയബിളായിട്ടുള്ള ആൾ ആരാണോ അയാൾ ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് കൊടുക്കുന്ന ടാക്സിന് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is a tax applied on individuals and organizations directly by the government. ഈ ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു വ്യക്തിയുടെ മുകളിലോ ഒരു സ്ഥാപനത്തിൻ്റെ മുകളിലോ നേരിട്ട് ഇമ്പോസ് ചെയ്യുന്ന, നേരിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്ന ടാക്സ് ആണ്. പ്രധാനപ്പെട്ട അതിൻ്റെ എക്സാമ്പിളാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. മുമ്പ് വെൽത്ത് ടാക്സ് എന്ന പേരിൽ ടാക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിലവിലെ ടാക്സ് ഇല്ല. ഇൻകം ടാക്സ് എന്ന ടാക്സ് ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. അതാണ് സെക്കൻഡ് കാറ്റഗറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ദിസ് ടാക്സ് ഈസ് അപ്ലൈഡ് ഓൺ ദി മാനുഫാക്ചർ ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സെയിൽസും മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡയറക്റ്റ് ടാക്സിൻ്റെ മീനിങ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നു. ഒരു ഇൻ്റർമീഡിയറിയും ടാക്സ് കൊടുക്കുന്ന ആൾക്കും ഗവൺമെൻറ്റിനും അടക്കം ഇല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ഇനീഷ്യലി പെയ്ഡ് ടു ദി ഗവൺമെൻറ് ബൈ എ ഇൻ്റർമീഡിയറി. ദർ ആർ സം ഇൻ്റർമീഡിയറീസ് ഇൻ ബിറ്റ്വീൻ ടാക്സ് പെയർ ആൻഡ് ടാക്സ് കളക്ടിംഗ് ഏജൻസി ഓർ ദി ഗവൺമെൻറ്, who then adds the amount of tax paid to the value of the goods or services and passes on the total amount to the end user. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ചില ഇൻ്റർമീഡിയറീസ് അവിടെ ടാക്സ് കൊടുക്കുന്ന ആൾക്കും ഗവൺമെൻറ്റിനും ഇടയിലുണ്ട്. അവിടെ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഒരു എൻഡ് യൂസർ, ഒരു കസ്റ്റമർ എന്തെങ്കിലും ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അയാൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അയാൾ ടാക്സ് ഒന്നും ഗവൺമെൻറ്റിലേക്കല്ല. അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് എന്ത് ചെയ്യുന്നു?
ഈ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നും ആ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് അഡീഷണലി ടാക്സിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സിൻ്റെ എമൗണ്ട് ഈ ഇൻ്റർമീഡിയറിയാണ് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നത്. അപ്പോൾ ഒരിക്കലും നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, എൻഡ് യൂസർ ടാക്സ് നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നില്ല. ഒരു ഇൻ്റർമീഡിയറി മുഖേനയാണ് ആ ടാക്സിൻ്റെ പേയ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് എത്തുക. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് GST, അതുപോലെ എക്സൈസ് ഡ്യൂട്ടി തുടങ്ങിയിട്ടുള്ള ടാക്സുകൾ. ഇനി നമ്മൾ ഇൻകം ടാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് ഈസ് ദി വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ദി ഡയറക്റ്റ് ടാക്സ്. ഒരു ഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൾസോ എ സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നതും ഇൻകം ടാക്സ് തന്നെയാണ്. ഇനി നമ്മൾ ഇന്ത്യയിലെ ഇൻകം ടാക്സിൻ്റെ ഒരു ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. വാട്ട് അബൌട്ട് ദി ഇവല്യൂഷൻ ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ? ഫസ്റ്റ് ഓഫ് ഓൾ, the concept of income tax or the income tax was introduced in India by Sir James Wilson in 1860. ഏറ്റവും ആദ്യമായി ഇന്ത്യയിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അങ്ങനെ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സർ ജെയിംസ് വിൽസൺ ആണ്. 1860 സർ ജെയിംസ് വിൽസൺ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ 1860 ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ആക്റ്റോ റെഗുലേഷനോ ഉണ്ടായിരുന്നില്ല. 1886 ഇന്ത്യയിൽ ഏറ്റവും ആദ്യത്തെ ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. നമ്മളൊരു ഇൻകം ടാക്സ് കൊണ്ടുവന്നാൽ, ഒരു ടാക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ടാക്സ് ആര് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എന്തിൻ്റെ മുകളിൽ കൊടുക്കണം, അതിനെ ആര് കൺട്രോൾ ചെയ്യണം, അതിനെ ആര് ഷെയർ ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊന്നും വിശദമാക്കുന്ന ഒരു നിയമം പക്ഷേ 1860 ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇത് ഗവേൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻകം ടാക്സ് ആക്ട് 1886 പാസ്സാക്കിയിട്ടുള്ളത്. 1886 ഇൻകം ടാക്സ് ആക്ടിനകത്ത് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു, കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. ടാക്സ് വെട്ടിക്കാനും മറ്റുമൊക്കെ ആളുകൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 1886 ഇൻകം ടാക്സ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ട് 1918 ഇന്ത്യയിൽ പാസ്സാക്കുകയുണ്ടായി. 1918 ആക്റ്റും ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ആക്ട് ആയിരുന്നില്ല. അതിനകത്തും ഒത്തിരി ഡീഫോൾട്ട്സ് ഉണ്ടായിരുന്നു, കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. അതെല്ലാം റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ട് 1922 പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ഇൻകം ടാക്സ് ആക്ട് 1886 രണ്ടാമത്തെ ഇൻകം ടാക്സ് ആക്ട് 1918 മൂന്നാമത്തെ ഇൻകം ടാക്സ് ആക്ട് 1922 വരുന്നത്. ഇനി 1922 ഇൻകം ടാക്സ് ആക്റ്റും കോംപ്രഹെൻസീവ് അല്ലായിരുന്നു. മാത്രമല്ല, there were various complications and there were many provisions to prevent to tax evasion. അപ്പോൾ അതിനകത്ത് 1922 ആക്ടിനകത്തും ഒത്തിരി കാൽക്കുലേഷനകത്ത് കോംപ്ലിക്കേഷനുകൾ ഉണ്ടായിരുന്നു. ടാക്സ് വെട്ടിക്കാൻ കഴിയുമായിരുന്ന പല പ്രൊവിഷനും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ ടാക്സ് കാൽക്കുലേഷനിലെ കോംപ്ലിക്കേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, ടാക്സ് ഇവേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1956 ഒരു കമ്മീഷന്, ലോ കമ്മീഷന് ഈ വിഷയത്തിന് വേണ്ടി ഏൽപ്പിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് ലോ സിംപ്ലിഫൈ ചെയ്യാനും ടാക്സ് ഇവേഷനെ പ്രിവെൻറ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കുന്നതിന് വേണ്ടി ലോ കമ്മീഷന് റെഫർ ചെയ്യുകയുണ്ടായി. ലോ കമ്മീഷൻ 1958 അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ അതേ സമയത്ത് തന്നെ 1958 തന്നെ ഗവൺമെൻറ് ഇതേ പർപ്പസിന് മറ്റൊരു കമ്മിറ്റിയെ കൂടെ അപ്പോയിൻറ്റ് ചെയ്യുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ പേരാണ് ഡയറക്റ്റ് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി എന്ന് പറയുന്നത്. മഹാവീർ ത്യാഗി ചെയർമാനായിട്ടുള്ള
ഒരു കമ്മിറ്റിയെ 1958 ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. ആ കമ്മിറ്റി റിപ്പോർട്ട് 1959 ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. ഈ 1958 കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റി റെക്കമെൻഡേഷൻസിനെ മിനിസ്ട്രി ഓഫ് ലോ നിയമ മന്ത്രാലയവുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കുകയുണ്ടായി. 1922 ഇൻകം ടാക്സ് ആക്ടിന് ശേഷം ഏകദേശം 39 വർഷം കഴിഞ്ഞ ശേഷമാണ് അവസാനത്തെ ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കുകയുണ്ടായത്. 1961 43rd ആക്റ്റായിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഇൻകം ടാക്സ് ആക്ട് 1961 പാസ്സാക്കിയിട്ടുള്ളത്. ഇൻകം ടാക്സ് ആക്ട് 1961 brought into force with effect from 1st April 1962. 1962 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് ആക്റ്റാണ് ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പറയുന്നത്. This is applicable to all of India including Jammu and Kashmir. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജമ്മു ആൻഡ് കാശ്മീർ, ഇപ്പോൾ നമുക്കറിയാം അതിനകത്ത് ഇപ്പോൾ ജമ്മു വേറെയാണ്, കാശ്മീർ വേറെയാണ്, ലഡാക്കും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നമുക്കറിയാം. അപ്പോൾ ഏതായാലും ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും എല്ലാ UTIസിലും ബാധകമായിട്ടുള്ള ഒരു ആക്റ്റാണ് ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പറയുന്നത്. This is a very comprehensive act having 298 sections, 23 chapters and 14 schedules. 298 സെക്ഷനുകളും 23 ചാപ്റ്ററുകളും 14 ഷെഡ്യൂളുകളുമുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ആക്റ്റാണ് ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ലെവിഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ as per 7th schedule of Article 246 of Indian Constitution. ഇൻകം ടാക്സ് ചാർജ് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന് ഭരണഘടന നൽകുന്ന ഒരു അവകാശമാണ്. ഭരണഘടനാനുസൃതമായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സ് സിറ്റിസൺസിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. അതിനുള്ള പ്രൊവിഷൻ 246 ആർട്ടിക്കിളിലെ 7th ഷെഡ്യൂളിനകത്ത് നമ്മുടെ ഭരണഘടനക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്. മറ്റൊന്നാണ് ഫിനാൻസ് ബിൽ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിനാൻസ് ബിൽ. എന്താണ് ഫിനാൻസ് ബിൽ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം എല്ലാ വർഷവും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ബജറ്റ് എല്ലാ വർഷവും പാസ്സാക്കാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റിൻ്റെ കൂടെ കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ഒരു ബില്ലുണ്ട്, ഒരു പ്രപ്പോസലുണ്ട്, ഒരു ടാക്സ് പ്രപ്പോസലുണ്ട്. അത് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ടാക്സ് റേറ്റ് എങ്ങനെയാവണം എന്നെല്ലാം തീരുമാനിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രപ്പോസലാണ്. ആ പ്രപ്പോസലിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻസ് ബിൽ എന്ന് പറയുന്നത്. ഈ ഫിനാൻസ് ബിൽ അതാത് വർഷങ്ങളിലെ കേന്ദ്ര ബജറ്റിൻ്റെ കൂടെ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിക്കുകയും ആ ബില്ലിനെ 2 സഭകളിലും എന്ന് പറയുമ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ആ ബില്ല് നമ്മുടെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയും അദ്ദേഹം അതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ആ ബില്ല് ഒരു ആക്റ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ തുടക്കത്തിലൊരു ബില്ലാണ്, ഒരു പ്രപ്പോസലാണ്, അത് പിന്നീട് ഒരു ആക്റ്റായിട്ട് മാറും. ആ ആക്ടിനെ വിളിക്കുന്ന പേരാണ് ആനുവൽ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2 ആക്ടുകൾ പഠിച്ചു. ഒന്ന് ഇൻകം ടാക്സ് ആക്ട് 1961, രണ്ടാമത് ആനുവൽ ഫിനാൻസ് ആക്ട്. ആനുവൽ ഫിനാൻസ് ആക്ട് എന്ന് പറയുമ്പോൾ ഓരോ വർഷവും അമെൻഡ് ചെയ്യപ്പെടുന്ന ഒരു ആക്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ആസ്പെക്ട്സ് ആണ് ഇൻകം ടാക്സിനകത്തുള്ളത്. ആ ടേം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻകം ഉണ്ട്, ടാക്സ് ഉണ്ട്. അതിൽ നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രൊവിഷൻസ് നമ്മൾ ഉപയോഗിക്കുക. ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആനുവൽ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്ന ആക്റ്റാണ്. അതിലെ പ്രൊവിഷൻസ് പ്രകാരമാണ് അതിന് ബാധകമായിട്ടുള്ള ടാക്സ് റേറ്റ് അനുസരിച്ചാണ് ഒരാളുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടാക്സിൻ്റെ ഒരു പ്രോഗ്രസ് ആണ്
Direct Tax Code DTC Bill 2009 was released in August 2009. അപ്പോൾ നമ്മൾ GST നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. GST എന്ന് പറയുമ്പോൾ എന്താണ്? മുമ്പുണ്ടായിരുന്ന കുറേ ഇൻഡയറക്റ്റ് ടാക്സുകളെ സബ്സ്യൂം ചെയ്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മെർജ് ചെയ്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒറ്റ ടാക്സാണ് GST എന്ന് പറയുന്നത്. ഇന്ത്യയിലും അതേപോലെ തന്നെ എല്ലാ ഡയറക്റ്റ് ടാക്സുകളെയും ഒന്നിച്ചു ചേർത്ത് ഒറ്റ ടാക്സാക്കി മാറ്റുക എന്ന പർപ്പസോട് കൂടി വന്നിട്ടുള്ള ഒരു പ്രപ്പോസലായിരുന്നു DTC ബിൽ. 2009 ഓഗസ്റ്റിലാണ് ആ ബില്ല് പാർലമെൻറ്റിൽ റിലീസ് ചെയ്തത്. 2010 ഈ DTC ബില്ല് പാർലമെൻറ്റിൽ 2009 ഓഗസ്റ്റിൽ ഈ ബില്ല് റിലീസ് ചെയ്യുകയും 2010 ഓഗസ്റ്റ് 30 ഈ ബില്ല് പാർലമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ഈ DTC ബില്ല് ഇന്ത്യയിൽ പാസ്സാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് നിലവിൽ നമ്മളെല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻകം ടാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 4 ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 4 ചില പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻകം ടാക്സ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ് ഇൻകം ടാക്സ് ഈസ് ആനുവൽ ടാക്സ് ഓൺ ഇൻകം. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ആനുവൽ ടാക്സ് ആണ്. എന്താണ് ആനുവൽ ടാക്സ് എന്ന് പറയുമ്പോൾ അർത്ഥം? ഒരു വാർഷിക നികുതിയാണ്, അല്ലേ? ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വൺസ് ഇൻ എ ഇയർ, ഒരിക്കൽ ഒരു വർഷത്തിൽ കൊടുക്കേണ്ടി വരുന്ന ടാക്സിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദ നെക്സ്റ്റ് ഫോളോയിങ് അസസ്മെൻറ്റ് ഇയർ. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം ടാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ്, നമ്മൾ ഏതെങ്കിലും ഒരു വർഷം നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ, ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ വർഷം, ഈ സാമ്പത്തിക വർഷം 2020-21 സാമ്പത്തിക വർഷം എനിക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിൻ്റെ ടാക്സ് ഞാൻ കൊടുക്കേണ്ടതെന്നാണ് അടുത്ത വർഷം, അടുത്ത സാമ്പത്തിക വർഷത്തിലാണ്, 2021-22 വർഷത്തിലാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ ഏത് വർഷം ഇൻകം ഉണ്ടാക്കുന്നുണ്ടോ ആ വർഷമാണ് പ്രീവിയസ് ഇയർ. തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയറാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ആ വർഷമാണ് നമ്മൾ ടാക്സ് കൊടുക്കുക. അപ്പോൾ തൊട്ടു മുമ്പുള്ള വർഷത്തെ ഇൻകം എന്തായിരുന്നോ അതിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള ടാക്സാണ് അതാത് സാമ്പത്തിക വർഷങ്ങളിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ കൊടുക്കേണ്ടി വരിക. അപ്പോൾ രണ്ട് കോൺസെപ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും, പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയറും. ടാക്സ് റേറ്റ്സ് ആർ ഫിക്സ്ഡ് ബൈ ആനുവൽ ഫിനാൻസ് ആക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് നമുക്ക് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ആക്റ്റാണ്. ടാക്സിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആനുവൽ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്ന മറ്റൊരു ആക്ട് പ്രകാരമാണ്. ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവരി പേഴ്സൺ ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ഡിഫൈൻ ചെയ്യുന്ന എല്ലാ വ്യക്തികളും, എല്ലാ പേഴ്സൺസും ടാക്സ് കൊടുക്കാൻ ഇന്ത്യയിൽ ലയബിളാണ്. നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും എന്താണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 എന്ന് പറയുന്നത്. ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ടോട്ടൽ ഇൻകം ഓഫ് എവരി പേഴ്സൺ കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടാക്സ് കൊടുക്കേണ്ട ടോട്ടൽ ഇൻകം എത്രയാണ്, എത്ര ഇൻകം നമ്മൾ ടാക്സ് കൊടുക്കണം, അല്ലേ? ടാക്സ് ഏത് ഇൻകത്തിന് മുകളിലാണ് കൊടുക്കേണ്ടി വരിക, ആ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരമാണ്. ദി ആക്ട് ഹിയർ മീൻസ് ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷൻസും സെക്ഷൻസും അനുസരിച്ചാണ് നമ്മൾ ടാക്സിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് സിമ്പിളായിട്ട് കാണുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഒരു തവണ ഒരു വർഷത്തിൽ കൊടുക്കേണ്ടി വരുന്ന ടാക്സാണ്. തൊട്ട് മുമ്പുള്ള സാമ്പത്തിക വർഷമുള്ള ഇൻകത്തിൻ്റെ ടാക്സാണ് അതാത് സാമ്പത്തിക വർഷങ്ങളിൽ കൊടുക്കേണ്ടത്. ടാക്സ് റേറ്റ് ആനുവൽ ഫിനാൻസ് ആക്ട് പ്രകാരമാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ഡിഫൈൻ ചെയ്യുന്ന എല്ലാ വ്യക്തികളും ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതിൻ്റെ പ്രൊവിഷൻസ് പ്രകാരമാണ്
ടാക്സബിൾ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്സി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം അസസ്സി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെയധികം ഇൻകം ടാക്സ് ആക്ടിനകത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് അസസ്സി എന്ന് പറയുന്ന ഈ ടേം. അസസ്സി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ സിമ്പിളായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി or is subjected to any proceedings under the act. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, അണ്ടർ ദി ആക്ട് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും ടാക്സ് കൊടുക്കാൻ ലയബിൾ ആകുന്ന ആളാവാം. ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ആളുകൾ നമുക്ക് എന്ത് വിളിക്കാം? അസസ്സി എന്ന് വിളിക്കാം, അല്ലേ? ഓർ എനി അതർ സം ഓഫ് മണി. ഇനി ടാക്സ് അല്ലാതെ വേറെ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ, ഒരാൾ ടാക്സ് കൊടുത്തില്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, പെനാൽറ്റി കൊടുക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ മറ്റെന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ആളുകളും എന്താണ്? അസസ്സിയാണ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ആളുകളോ വേറെ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ആളുകളോ ആണെങ്കിൽ അവർ അസസ്സിയാണ്. മാത്രമല്ല, ഓർ ഈസ് സബ്ജക്റ്റഡ് ടു എനി പ്രൊസീഡിങ്സ് അണ്ടർ ദി ആക്ട്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊസീഡിങ്സിന് വിധേയമാകേണ്ടി വരുന്ന ആളുകളെയും നമ്മൾ അസസ്സി എന്നാണ് വിളിക്കുക. ടാക്സ് കൊടുക്കുന്ന ആളാവണമെന്നില്ല. ഒരാൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ നടപടിക്രമങ്ങൾക്ക് വിധേയനാവുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയി നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പാൻ കാർഡ് വേണം, അല്ലേ? ഈ പാൻ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു 10 അക്ക നമ്പറുള്ള ഒരു ലാമിനേറ്റഡ് കാർഡാണ് ഈ പാൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഒരു അസസ്സിക്ക്, ഒരു വ്യക്തിക്ക് ടാക്സ് കൊടുക്കേണ്ട ഇൻകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ പാൻ കാർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാൾ നമ്മൾ അസസ്സി എന്ന വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അസസ്സിയെ നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ദർ ആർ 3 ഫോംസ് ഓഫ് അസസ്സി. അസസ്സി മേ ബി ഓർഡിനറി അസസ്സി ഓർ ഡീംഡ് ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസ്സി ആൻഡ് അസസ്സി ഇൻ ഡിഫോൾട്ട്. ഹു ഈസ് ആൻ ഓർഡിനറി അസസ്സി? An ordinary assessee is a person who is liable to pay tax on his own income or her own income. അല്ലേ? ഒരു ഓർഡിനറി അസസ്സി എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്: ഒരാൾ അയാൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കാൻ ലയബിൾ ആവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ എന്തെങ്കിലും ഇൻകം നേടിയിട്ടുണ്ടെങ്കിൽ, ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് ഓർഡിനറി അസസ്സി എന്ന് പറയുന്നത്. അതായത് ആരാണോ ടാക്സ് കൊടുക്കേണ്ട ഇൻകം ഏൺ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ അവനവനുണ്ടാകുന്ന ഇൻകത്തിൻ്റെ ടാക്സ് അവനവൻ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അവർ വിളിക്കുന്ന പേരാണ് ഓർഡിനറി അസസ്സി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോൺസെപ്റ്റ് ഡീംഡ് ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസ്സി. ടേം വളരെ ക്ലിയർ ആണ്. ഡീംഡ് എന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ എന്താ അർത്ഥം? ടു ബി കൺസിഡേർഡ്, പരിഗണിക്കപ്പെടുന്ന, കണക്കാക്കപ്പെടുന്ന എന്നാണ് അർത്ഥം. ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസ്സി. റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? വേറെ ഒരാളെ പ്രതിനിധാനം ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്ന ആളെന്ന അർത്ഥമാണ്, അല്ലേ? അപ്പോൾ ഡീംഡ് ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസ്സി എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓൺ ഇൻകം ഏൺഡ് ബൈ സം വൺ എൽസ്, അല്ലേ? എന്ന് പറയും മറ്റാരെങ്കിലും ഏൺ ചെയ്യുന്ന ടാക്സ് കൊടുക്കാൻ ലയബിൾ ആവുകയാണെങ്കിൽ, സ്വന്തം ഇൻകത്തിനല്ല വേറെ ഒരാൾക്ക് ഇൻകം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അയാളാണ് ഇൻകം വാങ്ങുന്ന ആൾ. പക്ഷേ അയാളുടെ ഇൻകത്തിന് വേറൊരാൾ ടാക്സ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഓർ ഡീംഡ് അസസ്സി എന്ന് പറയുക. സാധാരണ മൈനർ ചൈൽഡിൻ്റെ കേസിൽ ഒരു മൈനർ ചൈൽഡ്, 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടിക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ കുട്ടിയല്ല ടാക്സ് കൊടുക്കേണ്ടത്. ആ കുട്ടിയുടെ പാരൻസിൽ ഫാദർ ഓർ മദർ ആർക്കാണോ കൂടുതൽ ഇൻകം ഉള്ളതെങ്കിൽ അവരെന്ത് ചെയ്യണം? അതിന് ടാക്സ് കൊടുക്കണം. അപ്പോൾ ആ മൈനർ ചൈൽഡിൻ്റെ ഫാദർ ഓർ മദർ, അല്ലേ, അച്ഛനോ അമ്മയോ ആര് ടാക്സ് കൊടുക്കുന്നുണ്ടോ അവർ വിളിക്കുന്ന പേരാണെന്ത്? ഡീംഡ് അസസ്സി എന്ന് പറയുന്നത്. ഇവിടെ പറയാനുള്ള കാരണം ഇതാണ്: ഇൻകം കിട്ടുന്ന ആൾ വേറെയാണ്, ടാക്സ് കൊടുക്കുന്ന ആൾ വേറെയാണ്. അപ്പോൾ വേറൊരു വ്യക്തി ഇവിടെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് പാരന്റ് ടാക്സ് കൊടുക്കുന്നത്. സോ ഹി ഈസ് സെഡ് ടു ബി ഡീംഡ് ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസ്സി. മൂന്നാമത്തെ ടൈപ്പാണ് അസസ്സി ഇൻ ഡീഫോൾട്ട്. അസസ്സി ഇൻ ഡീഫോൾട്ട് മീൻസ് if a person is liable to do something as per the Income Tax Act but he fails to do so, that is the meaning of assessee in default. എന്ന് പറഞ്ഞാൽ
ഒരു വ്യക്തി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു കാര്യം ചെയ്യാൻ ലയബിളാണ്, പക്ഷേ അയാൾ ആ കാര്യം ചെയ്യുന്നില്ല, ആ ലയബിലിറ്റി അദ്ദേഹം ഫുൾഫിൽ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ഡീഫോൾട്ട് വരുത്തുന്നു, അദ്ദേഹത്തെ നമ്മൾ അസസി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഒരു ചെറിയ ഉദാഹരണം നമ്മൾ പറയുകയാണ്. സാധാരണ നമ്മൾ കേട്ടുള്ളൊരു വാക്കാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഒരു എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്തോ മരണപ്പെടുന്ന സമയത്തോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ഫ്യൂച്ചറിലേക്ക് കരുതി വെക്കുന്ന ഒരു ഫണ്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഒരു എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും, അതുപോലെ തന്നെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലേ? അപ്പോൾ അതിലേക്ക് ഒരു എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ അർത്ഥം ഒരു എംപ്ലോയി കുറേ എമൗണ്ട് എംപ്ലോയർ കൊടുക്കുക എന്നുള്ളതല്ല. പകരം എന്താ അർത്ഥം? എംപ്ലോയിക്ക് സാലറി എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് ആ സാലറി എമൗണ്ടിൻ്റെ ഒരു ഭാഗം എംപ്ലോയർ പിടിച്ചു വെക്കും, ഡിഡക്ഷനായിട്ട് മാറ്റി വെക്കും. അതാണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഈ എമൗണ്ട് എംപ്ലോയർ കൈവശം വെക്കാൻ പാടില്ല. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അയാൾ എന്ത് ചെയ്യണം? അത് എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടി എംപ്ലോയിയുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിൽ ഒരു നിശ്ചിത ഡേറ്റിനകം ഡെപ്പോസിറ്റ് ചെയ്യണം. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ എമൗണ്ടിനെ നമ്മൾ എംപ്ലോയറുടെ ഇൻകമായിട്ട് കണക്കാക്കപ്പെടും. ആക്ച്വലി ഈ ഇൻകം എംപ്ലോയിയുടെ ഇൻകമാണ്, പക്ഷേ എംപ്ലോയർ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയി കോൺട്രിബ്യൂഷൻ എമൗണ്ട് എംപ്ലോയിയുടെ പേര് ഡെപ്പോസിറ്റ് ചെയ്യാതിരുന്നു എന്ന കാരണം കൊണ്ട് ആ എമൗണ്ടിന് എംപ്ലോയർ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എംപ്ലോയർ അവിടെ ഒരു അസസിയായിട്ട് മാറുന്നു. ഒരു ഡീഫോൾട്ട് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ലയബിലിറ്റിയാണ് ആ കേസിൽ അസസി ആൻഡ് ഡീഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.